സംസ്ഥാനത്തിന്റെ നോട്ട് പ്രതിസന്ധി 6 മാസം കൂടി തുടരുമെന്ന് മന്ത്രി തോമസ് ഐസക്. ശമ്പള പ്രതിസന്ധിക്ക് കാരണം ധനകാര്യ വകുപ്പ് പിടിപ്പുകേടെന്ന രമേശ് ചെന്നിത്തല. ബൾഗേറിയയിൽ നിന്ന് കേരളത്തിൽ 55 കോടി കള്ളപ്പണം എത്തിയ സംഭവത്തിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം തുടങ്ങി. നോട്ട് പ്രതിസന്ധിയിൽ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ വിമർശിച്ച് വീണ്ടും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശമ്പള വിതരണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിച്ച ജാഗ്രത കേരളം കാണിച്ചില്ല. ഉത്തരം മുട്ടുമ്പോൾ തോമസ് ഐസക് കൊഞ്ഞനം കുത്തുകയാണ്. ധനകാര്യ വകുപ്പിന്റെ പിടിപ്പുകേടാണ് ശമ്പള പ്രതിസന്ധിക്ക് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഉത്തരം മുട്ടുമ്പോൾ ഐസക് കൊഞ്ഞനം കാട്ടുകയാണ്. വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം വ്യക്തിപരമായ വിമർശനങ്ങൾ നടത്തിയതിനകത്ത് എനിക്ക് വിഷമമുണ്ട്. മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ചപ്പോൾ അപ്രസക്തനായത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ്. ഞാൻ അപ്രസക്തനൊന്നും ആയിട്ടില്ല. തോമസ് ഐസക് എന്ത് ചെയ്യണമായിരുന്നു? ഈ വിഷയത്തിൽ നിന്ന് പ്രതികരിക്കാൻ നമ്മോടൊപ്പം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ ചേരും. കൂടാതെ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലം സ്റ്റുഡിയോയിലുണ്ട്. സാമ്പത്തിക വിദഗ്ധ MG മല്ലിക അവർ എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിലുമുണ്ട്. ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക്. രാജ്മോഹൻ ഉണ്ണിത്താൻ, ശമ്പള വിതരണത്തിൽ സംസ്ഥാന സർക്കാരിന് പിടിപ്പുകേടുണ്ടായി എന്ന് നേരത്തെ രമേശ് ചെന്നിത്തല, കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം ആ ആരോപണം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തൻ്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന്. മറ്റ് സംസ്ഥാനങ്ങൾ കാണിച്ച ജാഗ്രത കേരളം കാണിച്ചില്ല എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ എന്താണ് ചെയ്തത്, എന്താണ് തോമസ് ഐസക് ചെയ്യാത്തത് എന്നതുകൂടി വളരെ വ്യക്തമായി വിശദമായി ജനങ്ങളോട് പറയാൻ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും ബാധ്യതയുണ്ട്. എന്താണ് നിങ്ങളുടെ വിശദീകരണം? തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരുണ്ട്. അതുകൂടാതെ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, പാർട്ട് ടൈം ജീവനക്കാരുണ്ട്, അതുപോലെ തന്നെ താൽക്കാലിക ജീവനക്കാരുണ്ട്. ഇവർക്കെല്ലാം കൂടി ശമ്പളം കൊടുക്കാൻ 3100 കോടി രൂപ വേണം. 7 ദിവസമായിട്ടാണ് എല്ലാ മാസവും ഈ ശമ്പളം കൊടുക്കുന്നത്. ആദ്യത്തെ ദിവസം 750 കോടി, രണ്ടാമത്തെ ദിവസം 700 കോടി, പിന്നെ 480 കോടി, 400 കോടി, 300 കോടി, 280 കോടി, 280 കോടി. അങ്ങനെയാണ് 3100 കോടി രൂപ ആവശ്യമുള്ളത്. അതിൽ 5 ലക്ഷത്തോളം ആളുകൾ ബാങ്കിൽ നിന്നാണ് ശമ്പളം മേടിക്കുന്നത്. 4 ലക്ഷത്തോളം ആളുകൾ നമുക്കറിയാം ട്രഷറിയിൽ നിന്നാണ് ശമ്പളം മേടിക്കുന്നത്. ബാക്കി വരുന്ന ആളുകൾ നേരിട്ടാണ് ശമ്പളം മേടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ 3100 കോടി രൂപ ശമ്പളത്തിന് ആവശ്യമായ പണം സംസ്ഥാന ഗവൺമെന്റ് കരുതിയിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോ ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞു, ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഒരു കാരണവശാലും ബാധിക്കില്ല. അതിനുള്ള മുൻകരുതൽ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവസാന നിമിഷം 28-ാം തീയതി ആയപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തോട് ഇത്ര രൂപ ചോദിച്ചിട്ടുണ്ട്. ആദ്യം 1000 കോടി രൂപ ചോദിച്ചു, 500 കോടി തരാമെന്ന് പറഞ്ഞു. പിന്നെ 500 കോടി ചോദിച്ചു, അത് 250 ആക്കി. പിന്നെ അത് 189 എന്ന് പറഞ്ഞു. പിന്നെ അത് 111 ആയി. അതിൽ 111-ൽ തന്നെ 2 ഗഡുക്കളായിട്ട് ഉച്ചതിരിഞ്ഞ് 22-ഉം അതിനു മുമ്പ് ബാക്കി വരുന്ന 89-ആയിട്ടാണ് കൊടുത്തതെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായി തമിഴ്നാട് അടക്കമുള്ള കർണാടകം, അതുപോലെ തന്നെ പിന്നെ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾ കഴിഞ്ഞ മാസം 20-ാം തീയതി അവർ കേന്ദ്ര ഗവൺമെന്റിന് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ ഇത്ര കോടി രൂപ ആവശ്യമുണ്ട്, അതിൽ ഇത്ര കോടി രൂപ ആദ്യ ഗഡുവായി തരണം. കാരണം 24,000 രൂപ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മുഴുവൻ പെൻഷനും ഒരു ദിവസമായി കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ 24,000 രൂപ വിഡ്രോ ചെയ്യാൻ ഒരാഴ്ച പറ്റുകയുള്ളൂ, അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ബാക്കി കൊടുക്കാം, അതിന് ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യൻ റിസർവ് ബാങ്കിന് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആവശ്യപ്പെട്ട പണം അവിടെ എല്ലാം കൊടുത്തു. കേരളം 28-ാം തീയതിയാണ് പണം ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു, 29 പറയുന്നു. എന്തായാലും കൊള്ളാം, കേരളത്തിൽ ആദ്യത്തെ 3 ദിവസം ശമ്പളവും പെൻഷനും കൊടുക്കാൻ പൈസ തികഞ്ഞില്ലെന്ന് മാത്രമല്ല പല സ്ഥലത്തും പണം എത്തിയിട്ടില്ലെന്നാണ് തോമസ് ഐസക് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ ക്രൈസിസ് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ്. സ്വാഭാവികമായ ആ ക്രൈസിസ് വർദ്ധിപ്പിക്കാനല്ല, ആ ക്രൈസിസ് മാനേജ് ചെയ്യാനാണ് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രമിക്കേണ്ടിയിരുന്നത്.
പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ദീർഘവീക്ഷണത്തോടുകൂടി ഈ ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല, പണ്ട് ഒരു മന്ത്രി മുല്ലപ്പെരിയാർ ഡാം ഇപ്പൊ പൊട്ടും, ഇത്ര ലക്ഷം ആളുകൾ മരിക്കുമെന്ന് പറഞ്ഞ് ആളുകളെ ഭയവിഹ്വരാക്കിയതുപോലെ കേരളത്തിലെ പെൻഷനേഴ്സിനെയും സർക്കാർ ജീവനക്കാരെയും മുൾമുനയിൽ നിർത്തി പ്രതിസന്ധി കൂടുതൽ കൂടുതൽ രൂക്ഷമാകാൻ പോകുന്നു. ഈ പലർക്കും ഇനി കാശ് കിട്ടാതെ വരും, അത് നീട്ടിക്കൊണ്ടു പോകേണ്ടി വരും. അടുത്ത ജനുവരി മാസത്തെ ശമ്പളം കൊടുക്കാൻ ഒരു കാരണവശാലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നതെന്ന് പറഞ്ഞ് ജീവനക്കാരെ, പെൻഷനേഴ്സിനെയൊക്കെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം മന്ത്രി സൃഷ്ടിച്ചു. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കി ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തൊക്കെയാണോ സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റുണ്ട്, പ്രത്യേകിച്ച് ധനകാര്യമന്ത്രിക്കുണ്ട്. പക്ഷെ ധനകാര്യമന്ത്രി ഈ കാര്യത്തിൽ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചില്ലെന്ന് പകൽ പോലെ വ്യക്തമാണ്. ശരി രാജ്മോഹൻ ഉണ്ണിത്താൻ. ജെ മേഴ്സിക്കുട്ടിയമ്മ, ഈ കാര്യം നവംബർ 8-ന് പ്രഖ്യാപിച്ച നോട്ട് നിരോധനം സംസ്ഥാനത്ത് എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പ്രവചിക്കാനും അത് മനസ്സിലാക്കാനും കഴിയുന്നയാളാണ് തോമസ് ഐസക്. ആ പ്രഖ്യാപനം ഉണ്ടായ ഉടൻ തന്നെ അത് സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അന്നേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് ട്രഷറി പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുമെന്ന്. അങ്ങനെ ഉറച്ച ബോധ്യമുള്ള ഒരാൾ, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ധനകാര്യമന്ത്രി, എന്തുകൊണ്ടാണ് മുൻകരുതലുകൾ സ്വീകരിക്കാതിരുന്നത്? മുൻകരുതലുകൾ സ്വീകരിക്കാതിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. വളരെ മുൻകൂട്ടി തന്നെ കേന്ദ്രത്തോട്, റിസർവ് ബാങ്കിനോട് കേരളത്തിന് ആവശ്യമായ പണം എത്രയാണ്, അത്രയും പണം തരണം എന്ന് കൃത്യമായ കണക്കുകൾ വെച്ച് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. അവർ തന്നത് ഇത്രയുമാണ്. തന്നതിൻ്റെ പണം കുറഞ്ഞതിന് തോമസ് ഐസക് എന്ത് പഴിച്ചു? ഐസക് കൃത്യമായി കണക്കുകൾ വെച്ചിട്ട് തന്നെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. അവർ ചോദിക്കുന്നതിൻ്റെ പകുതിയോ അതിൽ താഴെയോ പണമാണ് തന്നിട്ടുള്ളതെന്ന വസ്തുത മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുത്തു എന്ന് എനിക്കറിയാം. ഇവിടെ പറയുന്നത് കേട്ടോ, അതെനിക്കറിയില്ല അതെന്ത് മായമാണെന്ന്. എന്തായാലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിനോട് നഗ്നമായ വിവേചനം കാട്ടിയിരിക്കുന്നു. ഈ ഗവൺമെൻറ് ചെയ്യാവുന്നത് കൃത്യമായി ആവശ്യപ്പെടുകയും അതിനുള്ള മുൻകരുതലുകൾ കൃത്യമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഭ്യമായ പണം മാറ്റി വെച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല. ലഭ്യമായ പണം കൃത്യമായിട്ട് എത്തിച്ചു. അതുകൊണ്ട് കേരള ഗവൺമെൻറ് പേരിൽ എന്തെങ്കിലും ഒരു പിഴവ് പറ്റി എന്ന് പറയുന്നത് വെറും അങ്ങ് രാഷ്ട്രീയമായി വർത്തമാനം പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരമൊരു വിമർശനം അവസരത്തിലാണോ എന്നത് ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ടതില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കൃത്യമായി നമ്മൾ ആവശ്യപ്പെടാം, നമുക്ക് ആവശ്യമില്ല പണം എന്ന് പറഞ്ഞു ഐസക്. നമുക്ക് ആവശ്യമുള്ള പണം ഇത്രയാണ്, ഇത്ര കോടി രൂപ തന്നേ മതിയാകൂ, ഇന്നതാണ് ആവശ്യം, ഇത്ര പെൻഷൻകാർ, ഇത്ര സാലറി, ഇത്ര ലക്ഷം ആളുകൾ, കൃത്യമായി വേണ്ട പണം ഇത്ര, എല്ലാ കണക്കും കൊടുത്തു. ഇവിടെ മുന്നേ കണക്ക് പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. കൃത്യമായി കണക്ക് കൊടുത്തു. കൃത്യമായി കണക്ക് കൊടുത്തതിന് അനുസൃതമായി പണം തരണമെന്ന് ആവശ്യപ്പെട്ടു. കിട്ടിയ പണമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിട്ടാത്ത പണം എടുത്ത് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെ? സിമ്പിളല്ലേ ചോദ്യം? റൈറ്റ് മേഴ്സിക്കുട്ടിയമ്മ, ശരിയാണ്. തോമസ് ഐസക് ധനകാര്യമന്ത്രിയോട്, കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആവശ്യപ്പെടുന്നത് 24-ാം തീയതിയാണ്, നവംബർ 24. യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ 7 ദിവസം മുൻപാണോ ഇത് ആവശ്യപ്പെടേണ്ടത്? ഇത് ദിവസം എത്രയെന്ന് വെച്ചാൽ വളരെ നമുക്ക് ആവശ്യമുള്ള തുക വേണമെന്നത് ഗവൺമെൻറ്റിന് നമുക്ക് പുതിയ നോട്ട് തരാൻ അവർക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന പണം വിഡ്രോ ചെയ്ത ഗവൺമെൻറ്റിന് തത്തുല്യമായ തുക തിരിച്ച് നമുക്ക് തരേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റേണ്ടതിന് പകരം നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ ചോദിച്ചോ 3 ദിവസം മുമ്പെയാണ് ചോദിച്ചത് എന്നതല്ല മറുപടി. നമ്മൾക്ക് ആവശ്യമായ പണം ഇത്രയുമാണ്, അത് തന്നേ മതിയാകൂ. നമ്മൾ ഉള്ള സർക്കുലേറ്റ് ചെയ്യുന്ന പണം വിഡ്രോ ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. തത്തുല്യമായ പണം അടുക്കുകയും അത് കൊടുക്കുകയും ചെയ്യാനുള്ള സംവിധാനം എടുക്കേണ്ട റിസർവ് ബാങ്ക് അത് ചെയ്യാതിരുന്നിട്ട് ഇവിടെ ആരോ ഏതോ പഴിച്ചതുകൊണ്ടാണ് എന്ന മട്ടിലേക്ക് അതിനെ ചുരുക്കി കാണുന്നത് നിർഭാഗ്യകരമാണ്. ശരി, ഡോക്ടർ എം ജി മല്ലിക, ധനമന്ത്രി തോമസ് ഐസക് കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നവംബർ 24-നാണ്. അതിൽ അദ്ദേഹം കൃത്യമായ കണക്ക് ആ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 5.5 ലക്ഷം സംസ്ഥാന സർക്കാർ ജീവനക്കാരുണ്ട്, പെൻഷനേഴ്സുണ്ട്. അവരിൽ 4.5 ലക്ഷം പേരും ട്രഷറി അക്കൗണ്ടിലൂടെയാണ് ശമ്പളം കൈപ്പറ്റുന്നത്. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ നമുക്കറിയാം നോട്ട് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. പകരം നോട്ടുകൾ ബാങ്കുകൾ വഴി നൽകാൻ പോലും റിസർവ് ബാങ്കിന് കഴിയുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ 7 ദിവസം മുൻപുള്ള ഈ ഒരു റിക്വസ്റ്റ് അവർക്കത് പരിഗണിക്കാനുള്ള സമയപരിധിയാണോ? അവർ 7 ദിവസം മതിയാകുമോ ആ കത്തിന്? ഇതിനകത്ത്
സ്വാഭാവികമായിട്ടും നോട്ടില്ല എന്ന് പറയുന്ന ഒരു വസ്തുതയാണ്. കാരണം നോട്ടില്ല എന്നുള്ളതും വളരെ കൃത്യമായിട്ടുള്ള പ്രതിസന്ധി വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല, നോട്ട് പ്രതിസന്ധി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, RBI റിസർവ് ബാങ്ക് നോട്ട് പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ്. 27 എനിക്ക് കൃത്യമായിട്ട് എന്ന ഡേറ്റ് എന്നുള്ള രീതിയിലേക്ക് ഐസക്കിൻ്റെ ഒരു നോട്ടൊക്കെ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു, തരാമെന്ന് പറഞ്ഞു, റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ ഡേറ്റ് ഉണ്ട്. ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ATMൻ്റെ മുന്നിലും ക്യാഷ് എത്രമാത്രം ക്യാഷ് എത്തേണ്ടത് സർക്കാർ തന്നെ പറയുകയാണ്, എന്ത് ക്യാഷ് എത്താൻ ഇനിയും സമയം വരും, 6 മാസത്തിനുള്ളിൽ മാത്രമേ ഇതൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ആ പ്രതിസന്ധി കേരളത്തിൽ നിന്ന് മാറി കേരളത്തിന് സ്വന്തമായി നോട്ടടിക്കാൻ കഴിയില്ല. മാത്രമല്ല ഇത് ആവശ്യപ്പെടുന്നതിൻ്റെ മുന്നേ ഉണ്ടെങ്കിൽ ആ ഡേറ്റ് നോക്കി എന്തുകൊണ്ട് നേരത്തെ ഈ പ്രതിപക്ഷത്തിനാണെങ്കിൽ നമ്മൾ ഭരണത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇപ്പം ഞാൻ ഈ പറയുന്ന നോട്ട് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു, നാളെ മുതൽ നോട്ട് പിൻവലിക്കുക എന്ന് പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സർക്കാരുകളെയും ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ സർക്കാരായി നിന്നുകൊണ്ട്, ജനാധിപത്യത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഭരണത്തിലേറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ സർക്കാർ എന്നുള്ള രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് ആര് ഭരിച്ചു കഴിഞ്ഞാലും അവരെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്ത് എങ്ങനെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം എന്ന രീതിയിലേക്കാണ് യഥാർത്ഥ ജനാധിപത്യം പോകേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തിനെ പരിഹരിക്കുക, ജനങ്ങളെ പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുള്ള രീതിയിലേക്കാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഐസക് സാറിനെ ഇപ്പം എൻ്റെ അധ്യാപകനും കൂടിയാണ് ഐസക്, അതുകൊണ്ട് സാറിന് പറയാം ഐസക് സാറിന് നാച്ചുറലി എനിക്ക് തോന്നുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയും കൂടി ചിലപ്പോൾ ഇതിലുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ നടപ്പിലാക്കിയിട്ടുള്ളത് വളരെ കൃത്യമായി എല്ലാവർക്കും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജനതിൻ്റെ പ്രതിസന്ധി, ഇപ്പോൾ ഒരു സമരം ഇതിന് വലിയ ഹർത്താൽ പ്രഖ്യാപിച്ചു ജനങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ കഷ്ടപ്പെട്ട് എല്ലാവർക്കും എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് പോലും അറിയില്ല. രാഷ്ട്രീയപരമായിട്ട് ഈ ഒരു പ്രതിസന്ധി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോഴും ഈ പ്രതിസന്ധി ഉണ്ട് എന്ന് അറിയിക്കേണ്ട ഒരു രാഷ്ട്രീയമായ തലം ഉണ്ടാവും. അതേസമയം തന്നെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തില്ല എന്ന് കരുതാമെന്ന് പാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള രീതിയിലേക്കല്ലാതെ ജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മന്ത്രിയായിട്ട് തന്നെയാണ് ഐസക്കിനെ എല്ലാവരും, ഞാൻ പറയുന്നത് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടി പൊളിറ്റിക്കലി ഈ പറയുന്ന വിമർശിക്കുന്ന ആൾക്കാർക്ക് പോലും ആ തരത്തിലേക്ക് ഐസക് ബോധപൂർവം ഐസക് സാർ എന്ത് ചെയ്യുന്നു, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിലപാടെടുക്കുന്നെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഡേറ്റ് വൈകിട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഡേറ്റ് ഇന്ന ഡേറ്റിനാണെന്നും കൃത്യമായിട്ട് ഇന്ന ഡേറ്റിന് എന്തുകൊണ്ട് ഇത്ര ചോദിച്ചു, അതിന് മുമ്പ് ചോദിക്കാമായിരുന്നില്ലേ എന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ എപ്പോഴാണ് ആവശ്യപ്പെട്ടത്, അതല്ല എന്തെങ്കിലും തരത്തിലേക്കുള്ള ബയസ്ഡ് നമുക്ക് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കാണുന്ന നിലപാടാണ് സർക്കാർ എടുക്കുന്നതെന്ന് വിമർശിക്കുന്ന ആൾക്കാർ പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വിമർശനത്തിൻ്റെ അകത്തും എല്ലാ സർക്കാരുകളോടും എല്ലാ ഇടങ്ങളോടും കേരളത്തിനോട് പ്രത്യേകിച്ചൊക്കെ തന്നെ വളരെ ഈക്വൽ ആയിട്ടൊരു നിലപാടെടുക്കുന്നതാണെങ്കിൽ സഹകരണ മേഖലയിലുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇടതുപക്ഷം എന്ത് ചെയ്യുന്നു, ഇത്ര ശക്തമായിട്ടുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു നയം ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലേക്ക് പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ സഹകരണ മേഖലയിലെ പ്രശ്നം അവർ പരിഹരിക്കേണ്ടത്. കാരണം രാഷ്ട്രീയമായിട്ട് അവർക്ക് സഹകരണ മേഖലയിലെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. എന്നിട്ട് പോലും അവിടെ ഇപ്പോഴും പ്രശ്നം ഉണ്ടാവുകയും സഹകരണ മേഖലകളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ഇപ്പം നമുക്കറിയാം ഈ പറയുന്ന രീതിയിലേക്ക് ബിവറേജ് കോർപ്പറേഷൻ്റെ ഒക്കെ അക്കൗണ്ടുകൾ അങ്ങോട്ട് മാറ്റുന്നത് ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. അപ്പം അവിടെ വളരെ കൃത്യമായിട്ടും ഈ പ്രതിസന്ധി ബോധപൂർവം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടിരിക്കണം. അങ്ങനെയൊന്നല്ലാത്തിടത്ത് ബോധപൂർവമായിട്ടുള്ള ഒരു വൈകലുണ്ടായി എന്ന് ഉള്ള ആരോപണം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ പ്രതിപക്ഷത്തിനാണെങ്കിലും ഭരണപക്ഷത്തിനാണെങ്കിലും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിൽ പക്വതയോടുകൂടി ഒരു നിലപാടെടുക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആ തരത്തിലേക്ക് മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, രാജ്മോഹൻ ഉണ്ണിത്താൻ, നമുക്കറിയാം ട്രഷറിയിലെ പണമിടപാടുകൾ ഒട്ടും ഇലക്ട്രോണിക് അല്ല. അത് എത്രമാത്രം ഇലക്ട്രോണിക് രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് നമുക്കും അറിയാം, അതിൻ്റെ പുരോഗതി എത്രയാണെന്ന് നമുക്കറിയാം. സ്വാഭാവികമായും ഈ പ്രതിസന്ധി പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ബാങ്കുകൾക്ക് പോലും അവരുടെ അക്കൗണ്ടിലുള്ള പണം, ജനങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം കൃത്യമായി വിതരണം ചെയ്യാൻ സാധിക്കാതിരിക്കെ ട്രഷറിക്ക് അത് കഴിയുമെന്ന് വിചാരിക്കുന്നത് അബദ്ധമല്ലേ? അല്ല, ഇവിടെ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ക്രയവിക്രയം നടന്നുകൊണ്ടിരുന്ന 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകളാണ് പിൻവലിക്കപ്പെട്ടത്. അപ്പം നമ്മുടെ ക്രയവിക്രയത്തിൻ്റെ 86% വരുന്ന നോട്ടുകളാണ് ഈ 500ഉം 1000ഉം. അതായത് 17 ലക്ഷം കോടിയിൽ 14 ലക്ഷം കോടിയുടെ നോട്ടുകളാണ് പിൻവലിച്ചത്. ബാക്കി 3 ലക്ഷം കോടി നോട്ടുകളാണ് രാജ്യത്തുള്ളത്. ആ 14 ലക്ഷം കോടി നോട്ടുകളെ ഈ 3 ലക്ഷം കൊണ്ട് ഒരിക്കലും റീപ്ലേസ് ചെയ്യാനാകില്ലെന്ന് സാമാന്യ വിവരമുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അപ്പം നോട്ടിൻ്റെ ക്ഷാമം തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ
3 ഷിഫ്റ്റ് ഇട്ട് പ്രിന്റ് ചെയ്താൽ പോലും 6 മാസം 7 മാസം കൊണ്ട് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ കറൻസിക്ക് ക്ഷാമമുണ്ടെന്നുള്ളത് സാമാന്യ വിവരമുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ സ്വാഭാവികമായ ക്ഷാമമുള്ളപ്പോ ഒരു മുൻകരുതൽ എടുക്കണ്ടേ സംസ്ഥാന ഗവൺമെന്റ്? ആ മുൻകരുതൽ ഇവിടെ എടുത്തിട്ടില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. തമിഴ്നാട്ടിലെ ഗവൺമെന്റും ആന്ധ്രയിലെ ഗവൺമെന്റുകളും അതുപോലെ തന്നെ കർണാടകത്തിലെ ഗവൺമെന്റുകളും മുൻകൂട്ടി ആ കരുതൽ എടുത്തത് കൊണ്ട് അവിടെ ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നില്ല. യഥാസമയം ആ സംസ്ഥാനങ്ങൾ പെൻഷൻ കൊടുത്തു. ഇവിടെ ഇപ്പൊ താങ്കൾ പറയുന്നത് 24 പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ വിവരം 28. 28ഉം 29 പറയുന്നുണ്ട്. എന്തായാലും പോട്ടെ, 24 താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് അഡ്മിറ്റ് ചെയ്താൽ പോലും കത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതിയാണ്, ആ കത്ത് അയച്ചിട്ടുള്ളതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതിയാണ് 24. അത് എപ്പോൾ അയച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കിട്ടിയ തീയതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായി താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചല്ലോ. 24 ആണെങ്കിൽ തന്നെ സ്വാഭാവികമായി നോട്ടിന് ക്ഷാമമുണ്ട്. അപ്പോ ഇതൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പൊ കേന്ദ്രം പൊക്കോണ്ടിരിക്കുന്നത്. തമിഴ്നാടും കർണാടകവും അവരൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യപ്പെട്ടവർക്ക് കൊടുത്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കറൻസി ഉണ്ടാവണ്ടേ? ആ കറൻസി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി മുൻകൂട്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ആ കറൻസി കേരളത്തിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി സൂചിപ്പിച്ചത് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഞാനും പറയുന്നത്. പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയും, അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയും. എരുതിയിൽ എണ്ണ ഒഴിച്ചാൽ അത് ആളിക്കത്തും. ഒരുപക്ഷെ ഈ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ നോട്ടിന്റെ പ്രതിസന്ധി, ഇതിൽ ജനങ്ങൾ ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങി സുപ്രീം കോടതി പറഞ്ഞ പോലെ നാളെ അവർ കലാപമുണ്ടാക്കുന്ന ഒരു സാഹചര്യം സംജാതമാക്കണമെന്ന് ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ ഓരോ കമന്റുകളും പ്രവൃത്തികളും കാണുമ്പോൾ ആരെങ്കിലും സംശയിച്ചാൽ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താനാകില്ല. അതുകൊണ്ട് മുൻപ് സംസാരിച്ച വ്യക്തി സൂചിപ്പിച്ച പോലെ ഇതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യം, ശീലമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തും ചോര കുടിക്കാനുള്ള ഒരു വ്യഗ്രത അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ കാണിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. ഇവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം. രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കാൻ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. അതല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ തലയിൽ എല്ലാം കൊണ്ടുവച്ച് ജനങ്ങളെ മുഴുവൻ അവർക്കെതിരാക്കുമ്പോൾ സ്വാഭാവികമായി അതുകൊണ്ട് എന്ത് നേട്ടമാ? ബുദ്ധിമുട്ടുന്നത് നമ്മുടെ സംസ്ഥാനത്തെ 58 വയസ്സ് വരെ അല്ലെങ്കിൽ 56 വയസ്സ് വരെ ഈ സർക്കാരിനെ സേവിച്ച് വാർദ്ധക്യം ബാധിച്ച് ജരാതല ബാധിച്ച് വിശ്രമിക്കേണ്ട സമയത്ത് ഈ പോയി ക്യൂവിൽ വെയിലും കൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേട് ഈ പെൻഷനേഴ്സ് ഉണ്ടാക്കിയില്ലേ? മാത്രമല്ല സംസ്ഥാന ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിച്ച് ഭഗീരഥ പ്രയത്നം നടത്തി അവരുടെ അധ്വാനം ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി നൽകുമ്പോൾ അവർക്ക് മാസാവസാനം വാടക കൊടുക്കണ്ടേ? സാധന സാമഗ്രികൾ വാങ്ങിക്കണ്ടേ? പലചരക്ക് വാങ്ങിക്കണ്ടേ? പച്ചക്കറി വാങ്ങിക്കണ്ടേ? ജോലിക്ക് നിൽക്കുന്നവർക്ക് കൊടുക്കണ്ടേ? ശമ്പളം കൊടുക്കണ്ടേ? അവർക്കൊക്കെ അതിനാവശ്യമായ കാശ് ആരുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ആ അവകാശം സാധിച്ചു കൊടുക്കേണ്ടത് പ്രതിപക്ഷമല്ല, അധികാരത്തിൽ ഇരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആ അധികാരത്തിൽ ഇരിക്കുന്നവർ ആ ഉത്തരവാദിത്വം നിറവേറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് സുവ്യക്തമായി പറയാൻ സാധിക്കും. ശരി രാജ്മോഹൻ, താൻ മേഴ്സിക്കുട്ടിയമ്മ, ഈ ഡോക്ടർ തോമസ് ഐസക് കേന്ദ്രത്തിന് അയച്ച കത്തിൽ വളരെ കൃത്യമായി ആദ്യത്തെ 7 ദിവസം കൊടുക്കേണ്ട ശമ്പളം എത്രയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 1-ാം ദിവസവും 750 കോടിയാണെങ്കിൽ 2-ാം ദിവസം 700 കോടി, 7-ാം ദിവസം അത് 250 കോടി എന്ന കൃത്യമായ കണക്കാണ് ഒരു സ്റ്റിപ്പുലേറ്റഡ് രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കൃത്യമായ കണക്ക്, നമുക്ക് എത്ര ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം എന്ന കൃത്യമായ കണക്കുണ്ട്. നമ്മുടെ ട്രഷറിയിൽ പണമായി കറൻസിയായി എത്ര രൂപയുണ്ട് എന്ന എല്ലാ കണക്കുകളുമുള്ള സംസ്ഥാന സർക്കാർ കുറെ കൂടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് ആവശ്യമായ കറൻസി നമുക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനും ആരോപിക്കുന്നത്. ആ ഒരു കാലവിളംബമല്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നം സങ്കീർണമാക്കിയത്. അതിലൂടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം നേടുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ തോമസ് ഐസക് എന്നാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ആരോപണം. ഈ ക്വസ്റ്റ്യനൊക്കെ ഒരു ഹൈപ്പോത്തിക്കറ്റിക് മാത്രമാണ്. കാരണം ഇതിനു മുമ്പേ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നതിന് നാട്ടിൽ പണമില്ല എന്നതല്ലേ യഥാർത്ഥ പ്രശ്നം.
നമ്മൾ ഒരു പൊടുന്നനെ 500-ൻ്റെയും 1000-ൻ്റെയും രൂപ റദ്ദ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ആ റദ്ദ് ചെയ്യുന്നതിന് തത്തുല്യമായ പണം അടിച്ച് ആവശ്യമായ ട്രഷറികളിൽ എത്തിക്കാനോ ബാങ്കിൽ എത്തിക്കാനോ നടപടി സ്വീകരിക്കാതെ ഇത്തരം പണം റദ്ദ് ചെയ്തതിൻ്റെ ഭാഗമായി വരുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണിത്. ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് അത്. എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇന്ന ആളുകൾ ഇന്നതെന്ന് പറയേണ്ട കാര്യമില്ല. സർവ്വ രംഗത്തും സമസ്ത ജനവിഭാഗങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ ഇവിടെ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ തമ്മിലെതിരെ കേരള സംസ്ഥാനത്തിന് കേരള സംസ്ഥാനത്തിന് ഒരു അച്ചുകൂടം വെച്ച് നോട്ടടിച്ച് കൊടുക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് സ്റ്റേറ്റിന് അധികാരം തന്നു, നിങ്ങൾക്ക് ആവശ്യമായ പണം നിങ്ങൾ അടിച്ചുകൊള്ളൂ എന്ന് നമുക്ക് അധികാരം തന്നിട്ടും നമ്മൾ സമയത്ത് ചെയ്യാതിരുന്നെങ്കിൽ ഈ പറഞ്ഞ വിമർശനത്തിന് അർത്ഥമുണ്ട്. നമുക്ക് അങ്ങനെ ഒരു അധികാരം ഇല്ലല്ലോ. ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണുള്ളത്? അർത്ഥശൂന്യമായ വാദങ്ങൾ ഉന്നയിച്ച് ബോധപൂർവ്വം ആക്ഷേപം ഉന്നയിക്കുക എന്നല്ലാതെ എന്ത് കഥയാണ് അതിനകത്തുള്ളത്? നമുക്ക് ആവശ്യമായ പണം, എല്ലാ പണവും ഈ പറയാൻ 3100 കോടിയും ഒറ്റയടി തന്നോളൂ എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടില്ല. ആദ്യ ദിവസം 750 വേണ്ടൂ, അവസാന ദിവസം 250 കോടിയാണ് വേണ്ടത്. കൃത്യമായ ഷെഡ്യൂൾ വെച്ചാൽ പറഞ്ഞത്. അത്രയും തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടും പണം തരാതിരിക്കുന്നതിന് ഉത്തരവാദിത്വം ഇവിടെയുള്ള ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പറ്റുമോ? അതിന് നമ്മൾ തമ്മിൽ പരസ്പരം തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? യാഥാർത്ഥ്യം ഇതാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് പണം ഇനിയിപ്പോൾ കേരളത്തിനോട് ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായി എല്ലാം ന്യായമായി പെരുമാറുന്നു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ നമ്മുടെ അനുഭവം അതല്ല. അത്തരത്തിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ കഴിയുന്ന അനുഭവം ഇന്ന് നമുക്കില്ല. സഹകരണ പ്രസ്ഥാനത്തോട് തന്നെ സ്വീകരിക്കുന്ന നിലപാട് കള്ളപ്പണമാണ് സഹകരണ സ്ഥാപനത്തിലെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ വസ്തുതയും സംഘത്തിലുള്ള പണത്തിന് തത്തുല്യമായി പണം കൊടുക്കാൻ കഴിയാത്തതാണ്. അതിന് പറയുന്നൊരു മുട്ടിന്യായം, മുടന്തന്യായം മാത്രമാണിത്. ആർക്കാര്യം അറിയാത്തത്? ആവശ്യമായ പണം ഇല്ല കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ. പണമില്ലാത്തതിന് 1,80,000 അധികം കോടി സർക്കുലേറ്റ് ചെയ്യുന്ന സഹകരണ മേഖലയെ തടഞ്ഞു നിർത്തിയാൽ അത്രയും അവർ രക്ഷപ്പെടും. അത് ഞാനൊരു ന്യായം കൂടെ പറയാം. ഇവിടെ ആകെ കുഴപ്പം, ഈ രാജ്യത്താകെ സഹകരണ മേഖല കുഴപ്പം എന്ന് പറയാൻ അർത്ഥം ഈ രാജ്യത്തെ ജനങ്ങളാണ് കുഴപ്പമെന്ന് സ്ഥാപിക്കുകയാണ്. ജനങ്ങളല്ല കുഴപ്പം. ജനത്തെ കുഴപ്പക്കാരെന്ന് സ്ഥാപിച്ചുകൊണ്ട് ചെയ്ത കഴിവുകേടിന് മറ്റ് മുഖംമൂടിയിടാൻ ശ്രമിക്കുകയാണ്. കേരള ഗവൺമെൻറ്റാണ് ഇതിനെല്ലാം അപരാധം എന്ന് പറയുന്നത്. കഷ്ടം എന്ന് എനിക്ക് പറയാനുള്ളൂ. നിർഭാഗ്യകരമാണ് ഈ വിവാദം. ഒരു കാര്യവുമില്ലാത്ത വിവാദം ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം ഒരു കഥയുമില്ല ഈ ചർച്ചയ്ക്കകത്ത്. ശരി, ഡോക്ടർ മല്ലിക, ഈ കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം എന്നൊരു തോന്നൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തെ തുടർന്നുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ വളരെ കാര്യക്ഷമമായി അത് നടന്നു. ആന്ധ്രാപ്രദേശിലും മറ്റെല്ലായിടത്തും. പക്ഷേ പൊതുവെ രാജ്യത്ത് നോക്കുമ്പോൾ ഈ ശമ്പള വിതരണം മറ്റെല്ലാ സാമ്പത്തിക പ്രവർത്തനം പോലെയും തന്നെ പ്രതിസന്ധിയിലാണെന്നുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം നീണ്ട ക്യൂകൾ ബാങ്കിന് മുമ്പിലുണ്ട്, ട്രഷറികൾക്ക് മുമ്പിലുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്താണ്? കേരളത്തിൽ മാത്രം അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? അത് കേരളത്തിൽ പ്രതിസന്ധി ഒന്നാമത് ഇത് നേരത്തെ യജമാൻ ഉണ്ണിത്താന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥാനത്തിനാണെങ്കിലും അത് ഒരു ആരോപണം ഉന്നയിക്കുന്നത് അത് കൃത്യ ഫാക്ട്. ഇപ്പം നമ്മളിപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു നോട്ടിൽ നവംബർ 13 കേന്ദ്ര ധനമന്ത്രിയുമായി ഡൽഹിയിൽ വെച്ച് സംസ്ഥാന ധനമന്ത്രി ചർച്ച നടത്തിയെന്നും ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ന പോലെ ഇതിൽ മൗനമായെന്ന് മറുപടിയെന്നും 20 വീണ്ടും കണ്ടും ഇതിനൊന്നും ഫലമില്ലാതെ വന്നപ്പോഴാണ് 24 ശ്രീ അരുൺ ജെയ്റ്റ്ലി വിശദമായി കത്തയച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വിശ്വസനീയമല്ല എന്ന് പറയാൻ ഒന്നും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്കറിയാം പല കാര്യങ്ങളിലും ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, വളരെ മുഖം തിരിഞ്ഞ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് നമുക്കറിയാം. അപ്പം നാച്ചുറലി കേരളത്തിലെ സർക്കാരിനോട് ചോദിക്കുന്ന സമയത്ത് തന്നെ ഫുള്ളായി തരും എന്നുള്ള ഒരു തരത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം കൃത്യമായിട്ട് ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഉന്നയിച്ചു ഒരു പൊളിറ്റിക്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു പൊളിറ്റിക്സ് കളിക്കുകയാണ്. നാച്ചുറലി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിലേക്ക് ഇവർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. കാരണം ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിലേക്ക് കൃത്യമായ രാഷ്ട്രീയം തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് കൃത്യമായ രാഷ്ട്രീയമായിരിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെ നിലപാടെടുക്കാം, ഇത്തരം നിലപാടെടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന രീതിയിലേക്ക് ഉയർത്തി കാട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ വിമർശിക്കുന്ന കാര്യമുണ്ട്. അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബാങ്കിന്റെ മുന്നിൽ ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ ഇവരുടെ നേതാവ് പുറത്ത് കേരളത്തിലല്ലല്ലോ പറയുന്നത് നോട്ട് പ്രതിസന്ധി പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന രീതി ചർച്ച ചെയ്യുന്നത് കേരളത്തിലല്ല. പക്ഷേ കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് കേരളത്തിലെ ജനതയുടെ മുന്നിലേക്ക് അത് ഈ സർക്കാരിന്റെ പ്രശ്നമാണെന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും ഫെഡറൽ സംവിധാനത്തിൽ ശരിയോ തെറ്റോ എന്തോ ആകട്ടെ, ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പം നമ്മളിതിനെ വിമർശിക്കുന്നത് ഇത് കള്ളപ്പണത്തിനെതിരെയുള്ള ഒരു ആയുധം എന്ന രീതിയിലേക്ക് ഇത് സഫലമാവുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിമർശിക്കുന്നത്. അതല്ലാതെ ആര് നടപ്പിലാക്കി എന്ത് നടപ്പിലാക്കി എന്നതിന് ഉപരിയായിട്ട് ഈ നടപ്പിലാക്കിയ കാര്യത്തെ സത്യസന്ധമായി കാണാനും അതുപോലത്തെ ഇന്നത്തെ പ്രതിസന്ധിയെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് ട്രഷറി വഴി പിൻവലിക്കുന്ന നമുക്കറിയാം. ഇപ്പോൾ ട്രഷറി വഴി പിൻവലിക്കുകയും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ട്രഷറിയിലെ പണം എന്ന് പറയുന്നത് സർക്കാരിന് കുറേ കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പണമാണ്. അപ്പം നാച്ചുറൽ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ കേരളത്തിലുള്ള മാതിരി ഇത്രയും ബൾക്കായിട്ട് എത്ര എമൗണ്ട് കേരളം എന്ന് പറയുന്ന രീതിയിലേക്ക് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഇതേപോലെ പെൻഷനും അക്കൗണ്ടും ഈ രീതിയിലേക്ക് കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ എത്രമാത്രം എമൗണ്ട് ഉണ്ട്, എത്ര രീതിയിലേക്ക് സർക്കാർ ജീവനക്കാരുണ്ട്. നമ്മൾ അതും കൂടി വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള കേരളത്തിലുള്ള ഒരു അവസ്ഥ സർക്കാർ ജീവനക്കാരുടെ കേസിലൊക്കെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. കാരണം തൊഴിൽ മേഖലയിൽ കേരളത്തിലുള്ള മാതിരിയുള്ള ഒരു എന്താ പറയുക ഓർഗനൈസ്ഡ് സെക്ടറിലെ ഗവൺമെൻറ് സെക്ടറിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ മാതിരി അതേപോലെ പെൻഷനും സമ്പ്രദായങ്ങളും കൊടുക്കുന്ന രീതിയിലേക്ക് അത്രമാത്രം ബാധ്യതകളുള്ള സംസ്ഥാനങ്ങളാണോ മറ്റത്? മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പലയിടങ്ങളിൽ എന്ത് ചെയ്യുന്നു, നമുക്കതിൻ്റെ അകത്ത് എല്ലാ സംസ്ഥാനങ്ങളും ഒരേപോലെ കാണുകയും ഒരേപോലെ പണം ഇറക്കി കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുമെന്ന് ഇദ്ദേഹം പോലും കരുതുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരളത്തിനകത്ത് നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിലേക്കുള്ള പലതരത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു സമീപനം എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സമീപനം കേരളത്തിനോടുണ്ട് എന്നുള്ളത് ഇദ്ദേഹം കൂടി സമ്മതിക്കുന്നത്. കാരണം ജോയിൻ്റ് ആയിട്ട് ഒരു സമരത്തിന് പുറപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രതിസന്ധി വരുന്ന സമയത്ത് നാച്ചുറലി കേരള ഗവൺമെൻറ്റിൻ്റെ മുകളിൽ തന്നെ എന്തെങ്കിലും തരത്തിലേക്ക് ആ രീതിയിലേക്ക് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുക ഇന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ തോമസ് ഐസക് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം ലെറ്റർ അയച്ചത് 24 എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ് 13-ാം തീയതി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്, അതിന് മറുപടി ഉണ്ടായിട്ടില്ല, വീണ്ടും കണ്ടിട്ടുണ്ട്, പിന്നെ വരാത്തതിൻ്റെ ഭാഗമായിട്ടാണ് വിശദമായി കത്തെഴുതിയിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ശരിയല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നും കണ്ടിട്ടില്ല എന്നും തെളിവുകളില്ല എന്നും ആ രീതിയിലേക്ക് വിമർശിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അംഗീകരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിമർശനം വേണ്ട, ചിലപ്പം ശരിയായ രീതിയിലേക്ക് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, അറിയില്ല, നമുക്കറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. പറയുന്ന കാര്യം ശരിയല്ലെങ്കിൽ കൃത്യമായി ചോദിക്കാം, അല്ലെങ്കിൽ അത് തെളിവുകളുണ്ടോ എന്നുള്ളത് ചോദിക്കാം. ഈ തെളിവുകളൊന്നും ഇല്ല എന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നും പറയുകയാണെങ്കിൽ ആ തരത്തിലേക്ക് വിമർശനം. രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് കൂടി. രാജ്മോഹൻ ഉണ്ണിത്താൻ, ചില സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അതിൽ ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാർ പോലുള്ളവർ നേരിട്ട് ട്രഷറിയിൽ നിന്ന് പണമായി ശമ്പളം സ്വീകരിക്കുന്നുണ്ട്, ബില്ല് മാറി ശമ്പളം സ്വീകരിക്കുന്ന പതിവൊക്കെയുണ്ട്. ഇതിൽ ഒരു പ്രശ്നം, നേരിട്ട് കറൻസി നൽകാൻ സംസ്ഥാന സർക്കാരിന് പ്രതിസന്ധിയിലാക്കിയത് ഒരു പക്ഷേ ഈ ബാങ്ക് അക്കൗണ്ടുകളുമായി ട്രഷറി അക്കൗണ്ടുകൾ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് ശമ്പളം വരുന്ന ഒരു സിസ്റ്റം രൂപപ്പെട്ടു വരാത്തതായിരിക്കാം. നേരിട്ട് കറൻസി നൽകേണ്ടി വരുന്ന ചില ജീവനക്കാർക്കാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പെൻഷൻകാർ മറ്റൊരു ഉദാഹരണം. ചില പെൻഷൻകാർ നേരിട്ട് ട്രഷറിയിൽ പോയി പെൻഷൻ സ്വീകരിക്കുന്ന ഒരു നടപടിയാണുള്ളത്. ഈ ട്രഷറികളുടെ മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം കുറെ കൂടി നന്നായി വന്നിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. ഇതിൽ കോൺഗ്രസ് സർക്കാരും ഇതിൽ പ്രതിയല്ലേ? അല്ല, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ മന്ത്രി പറയുന്നത് കേട്ടാൽ തോന്നും തമിഴ്നാടിനും കർണാടകത്തിനും ആന്ധ്രാപ്രദേശിനും റിസർവ് ബാങ്ക് നോട്ടടിക്കാൻ അനുമതി കൊടുത്തു. അവർക്ക് അനുമതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നോട്ട് അച്ചടിച്ചു. ആ അച്ചടിച്ച നോട്ടുകളാണ് അവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനുമായി കൊടുത്തതെന്ന് തോന്നിപ്പോകും. കാരണം ഇവിടെ മാത്രം നോട്ടടിക്കാൻ അനുവദിക്കുന്നില്ല. അനുവദിച്ചിരുന്നെങ്കിൽ നമുക്കും അത് ചെയ്യാമായിരുന്നു. തമിഴ്നാട്ടിലെ ഗവൺമെൻറ് നോട്ട് അച്ചടിക്കാതെ ഈ റിസർവ് ബാങ്ക് കൊടുത്ത കറൻസി ഉപയോഗിച്ചിട്ടാണ് അവിടെ ശമ്പളം കൊടുത്തിരിക്കുന്നത്. അവിടെ നോട്ട് അടിച്ചിട്ടില്ല, അവർക്ക് നോട്ടടിക്കാൻ അനുവാദം കിട്ടിയിട്ടില്ല. അവർക്കെന്തുകൊണ്ട് ഈ ശമ്പളം കൊടുക്കാൻ, പ്രതിസന്ധി ഇല്ലാതെ ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞു? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനകത്ത് എന്ത് രാഷ്ട്രീയമുള്ളത്? കേരളത്തിൽ നോട്ടടിക്കാനുള്ള അവകാശം നമുക്കില്ല, റിസർവ് ബാങ്കിനേ ഉള്ളൂ.
റിസർവ് ബാങ്കിനെ നോട്ടടിക്കാൻ ഉള്ള അവകാശം ഉള്ളെന്നുള്ളത് സാമാന്യ വിവരമുള്ള എല്ലാവർക്കും അറിയാം. അതൊരു സംസ്ഥാനത്തിനുമില്ല. പിന്നെ എങ്ങനെ ഈ അവകാശമില്ലാത്ത തമിഴ്നാട് ഈ ക്രൈസിസ് നിലനിൽക്കുമ്പോൾ അവിടെ യാതൊരു പ്രതിസന്ധിയില്ല, ശമ്പളം കൊടുത്തു തീർത്തു, പെൻഷൻ കൊടുത്തു തീർത്തു? അത് നമ്മൾ ആലോചിക്കണം. നമ്മളിവിടെ മനസ്സിലാക്കണം, ഇതൊക്കെ ഒരു ക്രൈസിസ് വരുമ്പോഴല്ലോ നമ്മൾ. രാജ്മോഹൻ ഉണ്ണിത്താൻ, ആന്ധ്ര ഭരിക്കുന്നത് TDP ആണ്, തമിഴ്നാട് ഭരിക്കുന്നത് AIDMKയും. ഈ രണ്ട് പാർട്ടികളോടും കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് കോൺഗ്രസിനോടോ CPM-നോടോ ഉള്ളത്ര ശത്രുത അല്ലെങ്കിൽ വിരോധം ഉണ്ടാകില്ല. അത് തെറ്റാണ്. കാരണം ഇവർ പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ പിന്താങ്ങിയ ആളുകളാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാള് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജിയാണ്. മാത്രമല്ല AIDMK പലപ്പോഴും നരേന്ദ്രമോദിക്ക് പിന്നിൽ അടിയുറച്ചു നിന്ന ആളുകളാണ്. പക്ഷേ ഈ നോട്ട് വിഷയത്തിൽ 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ കാര്യത്തിൽ തമിഴ്നാട് അതിശക്തമായി 14 പ്രതിപക്ഷ പാർട്ടികൾ സംയോജിപ്പിച്ച് പാർലമെന്റിൽ സമരം നടത്തുമ്പോൾ AIDMK ആ സമരത്തിൽ പങ്കെടുത്താണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഔദാര്യം അവർക്ക് കൊടുത്തതായി പറയുന്നത് ശരിയല്ല. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാം. 2005 വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. അന്ന് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കണം ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ, പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷേ പ്രവർത്തിക്കാൻ രണ്ട് ഗവൺമെന്റുകളും UDF-ഉം LDF-ഉം തയ്യാറായില്ല. പക്ഷേ ചില നെഗോഷിയേഷനുകൾ ആ കാര്യത്തിൽ നടന്നു വരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് KYC അംഗീകരിക്കപ്പെടണം. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, അതായത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കാതെ ഒരിക്കലും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ മുമ്പോട്ട് പോകാനാവില്ല. അത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കാലക്രമേണ മാത്രമേ അംഗീകരിച്ച് പരിഹരിക്കാനാവൂ. കാരണം അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ സേവന മേഖലയിൽ നിന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പിന്മാറേണ്ടി വരും. അത് വലിയ അപകടം ചെയ്യും. കാരണം ഇന്ന് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഈ സഹകരണ പ്രസ്ഥാനങ്ങളാണ്. ആദ്യം ഞാൻ ചോദിക്കട്ടെ, വളരെ കർശനമായ ഒരു നിലപാട് സ്വീകരിച്ച സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ KYC അംഗീകരിക്കാൻ സമ്മതിച്ചില്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന അംഗീകരിച്ചില്ലേ? ആദായ നികുതി വകുപ്പിന് എപ്പോ വേണമെങ്കിലും സഹകരണ സ്ഥാപനങ്ങൾ പരിശോധന നടത്താമെന്ന് പറഞ്ഞില്ലേ? അപ്പോ ആദ്യം ഈ കാര്യങ്ങൾ കേന്ദ്രവുമായും റിസർവ് ബാങ്കുമായും സംസാരിച്ച് ഒരു സമവായത്തിലെത്താൻ കേരളത്തിന് കഴിഞ്ഞോ? നമ്മൾ ആലോചിക്കണം. വളരെ ഗൗരവമായ പ്രശ്നമാണ്. മാത്രമല്ല കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് രമേശ്, ഇവർ രണ്ടുപേരും കൂടി മുഖ്യമന്ത്രിയെ പോയി കണ്ടു. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ സഹകരണ പ്രസ്ഥാനത്തിലെ ക്രൈസിസ് പരിഹരിക്കാൻ കുറെ നിർദ്ദേശങ്ങൾ വെച്ചു. അതിലൊന്നാണ് മിറർ അക്കൗണ്ട്. ആ അക്കൗണ്ട് ഇപ്പോ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, നേരത്തെ തമിഴ്നാട് പ്രഖ്യാപിച്ചു. അതുകൊണ്ടെന്താ, സഹകരണ മേഖലയിൽ കേരളത്തെ പോലെ ക്രൈസിസ് അവിടെ ഇല്ല. ഇവിടെ മിറർ അക്കൗണ്ട് കൊണ്ടുവന്ന് ആ അക്കൗണ്ട് എടുത്തതിന് ശേഷം ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് 24,000 രൂപ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ കഴിയുമായിരുന്നു. അത് ചെയ്യാൻ കഴിഞ്ഞോ? അപ്പോ മുൻ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി, പ്രതിപക്ഷ നേതാവ് ശ്രീ ചെന്നിത്തല അങ്ങോട്ട് പോയി മുഖ്യമന്ത്രിയെ കണ്ട് കുറെ നിർദ്ദേശങ്ങൾ വെച്ചു. കേരള നിയമസഭ വിളിച്ചു കൂട്ടണം, ഏകകണ്ഠമായി പ്രമേയം പാസാക്കണം, സർവകക്ഷി യോഗം ഡൽഹിയിൽ പോകണം, ഇന്ത്യയിലെ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കാണണം, റിസർവ് ബാങ്കിന്റെ ആളുകളെ കാണണം. ഇതൊക്കെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കാതെ അങ്ങോട്ട് പോയി വെച്ച നിർദ്ദേശമാണ്. മാത്രമല്ല നമുക്കറിയാം, ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ട്. ആ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് ഈ ക്രൈസിസിന് എല്ലാ പാർട്ടിയും ഒരു സർവകക്ഷി യോഗം വിളിച്ച് അസംഘടിത മേഖല ഇന്ന് നമുക്കറിയാം വളരെ ദുരിതം അനുഭവിക്കുന്നു. ഇടുക്കിയിലെ തൊഴിലാളികൾ, കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് സൗജന്യ റേഷൻ കൊടുക്കണം, ചില പാക്കേജുകൾ പ്രഖ്യാപിക്കണമെങ്കിൽ ഗവൺമെന്റ് ഒരു സർവകക്ഷി യോഗം വിളിക്കണം. വിളിക്കണ്ടേ? അപ്പോ ഇപ്പോഴാണ് റേഷൻ കടകൾ അടഞ്ഞു കിടക്കുക. ഒരു നിസ്സാരമായ കാര്യം, ഭക്ഷ്യസുരക്ഷാ നിയമം വന്നപ്പോ ഇടനിലക്കാർ വേണ്ട, മധ്യവർത്തികൾ വേണ്ട. രാജ്മോഹൻ, താങ്കളുടെ വാദത്തിൽ ഒരു വ്യക്തത വരേണ്ട ആവശ്യമുണ്ട്. ജില്ലാ സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകാനിരിക്കുകയാണ് നബാർഡ്. നാളെ ആ റിപ്പോർട്ട് സമർപ്പിക്കും. എന്നിട്ടും ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ഈ നോട്ട് മാറി നൽകാനുള്ള അവകാശം നൽകാത്തത് ഇരട്ടത്താപ്പാണ് എന്ന് നബാർഡ് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നിട്ടും താങ്കൾ പറയുന്നു
ഇക്കാര്യത്തിൽ കേന്ദ്രവുമായി സംസ്ഥാന സർക്കാർ ഒരു സമവായത്തിലെത്തുകയും ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും ചെയ്യേണ്ടതായിരുന്നുവെന്ന്. ഇക്കാര്യത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് ഒരു ഇരട്ടത്താപ്പ് കാണിച്ചതായി താങ്കൾക്ക് ഇനിയും തോന്നിയിട്ടില്ലേ? ഞങ്ങളാണല്ലോ ആദ്യമായി പറഞ്ഞത് ഇരട്ടത്താപ്പാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്ത് ആ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഫണ്ട്, അതിൽ കിടക്കുന്ന നിക്ഷേപങ്ങൾ ന്യൂ ജനറേഷൻ ബാങ്കിന് കൈമാറുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമെന്ന് ആദ്യം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയാണ്. മാത്രമല്ല, ഇന്ന് ഗ്രാമീണ മേഖലയിൽ ഈ സഹകരണ പ്രസ്ഥാനത്തെ പോലെ ആഴത്തിൽ വേരുള്ള ബാങ്കുകളില്ല, പൊതുമേഖലയും ഇല്ല, ന്യൂ ജനറേഷനും ഇല്ല. അപ്പൊ സ്വാഭാവികമായി ന്യൂ ജനറേഷൻ ബാങ്കുകളെ ഗ്രാമീണ തലത്തിൽ എത്തിച്ച് അവരുടെ വേരുകൾ രൂഢഭൂതമാക്കി സഹകരണ പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ പറഞ്ഞത് താങ്കൾ കേൾക്കാതെ പോയതാണ്. കാരണം ഈ വൈദ്യനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന് കർശനമായി അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് സമവായം ഉണ്ടായത്. ആ സമവായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് നവംബർ മാസം 8-ാം തീയതി അപ്രതീക്ഷിതമായി 500-ഉം 1000-ഉം രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചത്. പഴയ കാലത്ത് തുടങ്ങി വെച്ച ആ സമവായം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ അവർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ KYC ഇത്രയും നാള് ഇല്ലായിരുന്നു എന്നാണ് ഗവൺമെന്റ് പോലും പറഞ്ഞത്. മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത് KYC ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ തയ്യാറാണ്, എൻഫോഴ്സ്മെന്റ് പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. അതുപോലെ തന്നെ പറഞ്ഞു ആദായ നികുതി വകുപ്പിന് പരിശോധന നടത്താം. അപ്പൊ KYC ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി എന്തിനാ അത് പറയേണ്ട കാര്യം? ആദായ നികുതി വകുപ്പിന് പരിശോധന നടത്താൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താ? മുഖ്യമന്ത്രി 3 കാര്യം പ്രഖ്യാപിച്ചു. സഹകരണ പ്രസ്ഥാനങ്ങളിൽ KYC ഞങ്ങൾക്ക് പ്രശ്നമില്ല, അതാകാം. 2, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയാകാം. 3, ആദായ നികുതി വകുപ്പിന് പരിശോധനയാകാം. ഇത് പറയുമ്പോ ഇത് ഉണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി പറയേണ്ട കാര്യം. ശരി രാജ്മോഹൻ ഉണ്ണിത്താൻ. മേഴ്സിക്കുട്ടിയമ്മ, ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിക്കുന്നത് കഴിഞ്ഞ കുറെ മാസങ്ങളായി തുടർന്നു വന്ന സമവായ ചർച്ചയ്ക്കൊടുവിൽ സഹകരണ ബാങ്കുകളിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന, അതുപോലെ KSC നിക്ഷേപകരെ കുറിച്ചുള്ള വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് കൈമാറൽ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണെന്ന് തോന്നുന്നു അവസാനമായി ഈ പ്രാഥമിക സഹകരണ ബാങ്കുകളിലേതുൾപ്പെടെയുള്ള നിക്ഷേപകരുടെ 25 ലക്ഷം രൂപ പരിധിക്ക് മുകളിലുള്ള നിക്ഷേപ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് കൈമാറാം എന്ന് സഹകരണ വകുപ്പും സഹകരണ ബാങ്കുകളും ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിട്ടുള്ളത്. ഈ പ്രതിസന്ധിക്ക് ശേഷം മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നത് ഒരു തെറ്റാണോ, അതോ അതുവരെ ഇല്ലാതിരുന്നൊരു കാര്യം പുതുതായി പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്? ശ്രീ ഉണ്ണിത്താൻ നടത്തുന്ന വാദം ഉണ്ണിത്താന് മാത്രം കഴിയുന്ന കാര്യമാണ്. ആദ്യം ഒന്ന് ഇങ്ങനെ വായിൽ വരുന്നതെല്ലാം ഒരു കാര്യം ഏറിസ്റ്റായിട്ട് അങ്ങ് പറയുക. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ കൗണ്ടർ ചെയ്തുകൊണ്ട് രണ്ടാമത് അതേക്കുറിച്ച് വർത്തമാനം പറയുക. ഇങ്ങനെ ആദ്യം പറയുന്നതിന് വിരുദ്ധമായി രണ്ടാമത് പറയുകയും പിന്നെ അത് തിരിച്ചു പറയുകയും മറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഉണ്ണിത്താന് മാത്രം കഴിയുന്ന ഒരു ഏർപ്പാടാണ്. ആ സൈസ് ചർച്ച നടത്താൻ നമുക്കാർക്കും പറ്റില്ല. സത്യസന്ധമായും വസ്തുതാപരമായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശയിൽ കേരളത്തിലെ സഹകാരികൾ കക്ഷി രാഷ്ട്രീയത്തിന് എതിരായി അതീതമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർവീസ് രംഗത്ത് ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഉടലെടുത്തത് തന്നെ സർവീസുമായി ബന്ധപ്പെട്ടാണ്. സാമ്പത്തിക ഇടപാട് മാത്രമല്ല, സേവനവുമായി ബന്ധപ്പെട്ടാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ കരുത്താണ് പരസ്പരം സഹകരിക്കുക, പരസ്പര സഹായവും സേവനവും ഉറപ്പാക്കുക. അതിൻ്റെ ബേസിലാണ് സഹകരണ പ്രസ്ഥാനം. അത് പാടില്ലെന്നാണ് റിസർവ് ബാങ്കിൻ്റെ വെറും സാമ്പത്തിക ഇടപാട് മാത്രമേ പറ്റുള്ളൂ. ബാക്കി ജനങ്ങളുടെ ജീവിത മേഖലകളിൽ സമസ്തമായ മേഖലകളിൽ ഇടപെടുന്ന സഹകരണ പ്രസ്ഥാനം ഇടപെടാൻ പാടില്ലെന്ന് പറഞ്ഞതിനെയാണ് നമ്മൾ വിയോജിച്ചത്. അതല്ലാതെ വേറൊന്നുമല്ല. അത് കോൺഗ്രസും അതിനോട് ഒരേ അഭിപ്രായമാണുള്ളത്. രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള, നാടിനോട് സ്നേഹമുള്ള മുഴുവൻ ആളുകളുടെ അഭിപ്രായം ഒന്ന് തന്നെയാണ്. ആർക്കതിന് വ്യത്യസ്തമുള്ളത്? ഉണ്ണിത്താൻ ആദ്യം ഒന്ന് ഇതിനെല്ലാം എതിരായി പറയും, രണ്ടാമത് അദ്ദേഹം തന്നെ അതിനെല്ലാം കൗണ്ടർ ചെയ്ത് മറുപടി പറയും. ഈ തരം ചർച്ചയല്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളൊരു പ്രതിനിധി എന്ന നിലയിൽ, ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്ന് കൗണ്ടർ വാദം ഉന്നയിക്കാൻ വേണ്ടത്. താൻ തന്നെ പറയുന്നതിന് വിരുദ്ധമായി പിന്നെ പറയുക, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു ചർച്ച തന്നെ മോക്കറിയാക്കുക, അതൊക്കെ നിർഭാഗ്യകരമായ ഏർപ്പാടാണ്. ഇവിടെ സഹകരണ പ്രസ്ഥാനത്തോട് രാജ്യം ഭരിക്കുന്ന ഇന്നത്തെ ഗവൺമെൻറ് ബോധപൂർവമായി തകർക്കാൻ നടത്തുന്ന നീക്കത്തിൻ്റെ ഭാഗമാണിത്. KYC എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആനക്കാര്യം. എന്താണ് KYC എന്ന് പറഞ്ഞാൽ? നോ യുവർ കസ്റ്റമർ. നിങ്ങളുടെ കസ്റ്റമർ ആരെന്ന് അറിയുക എന്ന് മാത്രമേ ഉള്ളൂ.
ഈ സഹകരണ ബാങ്കിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ആരെയാണ് അറിയാത്തത്? സഹകരണ സംഘം പ്രസിഡന്റിന് അറിയില്ലേ? അവിടുത്തെ സെക്രട്ടറിക്ക് അറിയില്ലേ? അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് അറിയില്ലേ? ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന പ്രതിനിധികളല്ലേ അവർ? ഇതൊക്കെ ഒരു മുട്ടാപ്പൂക്ക് ന്യായം പറയാണ്. എല്ലാം സുതാര്യമാണ് സഹകരണ ബാങ്കിൽ. പരസ്പരം അവിടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത് ആര്, എങ്ങനെയാ, ഇതെല്ലാം പരസ്പരം അറിയുന്നതാണ്. KYC നോംസ് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെങ്ങാണ്ട് കിടക്കുന്ന ആരാണ്ട് രഹസ്യമായി ഇവിടെ കൊണ്ട് പണമിടുന്നു എന്ന് പറയുന്ന നടക്കുക. ഇവിടെ ഉള്ള സഹകരണ പ്രസ്ഥാനത്തിന് അറിയാത്ത ആരോ കൊണ്ട് പണമിടുന്ന മട്ടിലാണ് വർത്തമാനം പറയുന്നത്. ഇവിടെ പരസ്പരം അറിയുന്നവരേ സഹകരണ പ്രസ്ഥാനത്തിനുള്ളൂ. ഇവിടെ ആദായ നികുതി വകുപ്പ് വലിയ തുക ഇടുന്നുണ്ടെങ്കിൽ ആദായ നികുതി വകുപ്പ് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് തർക്കമില്ല, ആ കാര്യത്തിൽ തർക്കമില്ല. റിസർവ് ബാങ്കിൻ്റെ നോംസ് പാലിക്കുന്നതിൽ നമ്മൾ അനാവശ്യമായ തർക്കം ഉന്നയിക്കുന്നില്ല. സേവന മേഖലകളിൽ ഇടപെടാൻ പാടില്ലെന്ന് പറയുന്നതിലേ നമ്മുടെ തർക്കമുള്ളൂ. ആ തർക്കം വളരെ ജെനുവിനാണ്. ആ തർക്കം ഞങ്ങൾ ഇനിയും തുടരും, അത് ഭാവിയിലും തുടരും. ഇപ്പോൾ പണം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ നമ്മുടെ പ്രത്യയശാസ്ത്രവും നമ്മുടെ ആ ആശയങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ആർക്കെങ്കിലും കീഴ്പ്പെടുക എന്ന നിലയിലേക്ക് പോകുന്ന പ്രശ്നമില്ല. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത്, അടിയുറച്ച് നിലനിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, തൊഴിലാളികൾക്ക് വേണ്ടിയാണ്, കൃഷിക്കാർക്ക് വേണ്ടിയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെല്ലാം തള്ളി പറഞ്ഞിട്ട് പോകുക എന്ന് പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ശരിയായ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണുമെന്നത് പരമാവധി ജനങ്ങളെ ഈ വസ്തുതകൾ മനസ്സിലാക്കി ജനങ്ങളുടെ പിന്തുണയോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടൊരു നോട്ട് പ്രതിസന്ധി തമിഴ്നാട്ടിൽ പ്രതിസന്ധിയില്ല, ആന്ധ്രയിൽ പ്രതിസന്ധിയില്ല, കർണാടകയിൽ പ്രതിസന്ധിയില്ല എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. എല്ലാ സ്റ്റേറ്റിലും പ്രതിസന്ധിയുണ്ട്. ആകെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന 24,000 രൂപയല്ലേ ഉള്ളൂ ഒരാഴ്ചയിൽ. ആ രൂപയിലേ കേരളത്തിനും പറ്റുന്നുള്ളൂ, ആന്ധ്രയ്ക്കും അതല്ലേ പറ്റുന്നുള്ളൂ. ആന്ധ്രയ്ക്ക് അതല്ലാതെ ഒരാഴ്ചയിൽ 50,000 രൂപ പെൻഷനോ അതല്ലെങ്കിൽ ശമ്പളമോ പിൻവലിക്കാൻ പറ്റുന്നുണ്ടോ? എവിടെയും കഴിയുന്നില്ല. അപ്പോൾ എല്ലായിടവും ഒരേ തരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. രാജ്യമാകെ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ഒരു സ്റ്റേറ്റിലാണ് കുഴപ്പമെന്നും മറ്റു സ്റ്റേറ്റ് കുഴപ്പമില്ലെന്നും ഒക്കെ ഏത് കണക്ക് വെച്ചാൽ പറയുന്നതെന്ന് നമുക്കൊരു പിടിയില്ല. ശരി, മേഴ്സിക്കുട്ടിയമ്മ മടങ്ങി വരാം. ഡോക്ടർ മല്ലിക, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഒരു പ്രത്യേകതയുള്ളതാണ്. കാരണം നമ്മൾ കുറേ കൂടി ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, ഉപഭോക്തൃ സംസ്ഥാനമാണ്. സ്വാഭാവികമായും ഈ കേരളത്തിൽ ലഭിക്കുന്ന ശമ്പളം തന്നെ നമ്മുടെ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. അതിലുണ്ടാകുന്ന ഏത് താളപ്പിഴയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും, അത് ട്രഷറിയെയും ബാധിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും കയോസ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതിന് പകരം ഇനിയിപ്പോൾ തോമസ് ഐസക് കത്തയക്കാൻ വൈകി, അല്ലെങ്കിൽ നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ ട്രഷറി പ്രവർത്തനം അവതാളത്തിലാകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ആളുകളിൽ ഭയാശങ്കകൾ സൃഷ്ടിച്ചു. ഇത് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെക്കുക. പക്ഷേ ഇവിടെ മേഴ്സിക്കുട്ടിയമ്മ സൂചിപ്പിച്ച സഹകരണ മേഖലയ്ക്കെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്, അതുപോലെ പുതുതലമുറ ബാങ്കുകളെയും ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ള ചില ഒളിഞ്ഞ നിലപാടുകൾ, ഈ നിലപാടുകളുടെ എല്ലാം ഈ ഭീഷണി, ഈ നോട്ട് നിരോധനത്തിൻ്റെ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന കാലത്ത് ഈ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് കുറെ കൂടി ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടതായിരുന്നില്ലേ ഭരണപക്ഷവും പ്രതിപക്ഷവും? അതാണ് ഞാൻ പറയണത്. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇലക്ഷന് മത്സരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്ന കക്ഷികളുടേതാണ്. പക്ഷേ മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും, ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ഉള്ള കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെങ്കിലും നമ്മൾ ഉയരേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭീകരമായൊരു പ്രതിസന്ധി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് ഇതിപ്പോൾ നമുക്ക് ഇതിനെ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇത്തരത്തിലേക്കുള്ള പ്രതിസന്ധി ഇന്ന് വരെ നമ്മൾ കടന്നു പോയിട്ടില്ല. മാത്രമല്ല, നോട്ട് പിൻവലിക്കപ്പെട്ട നോട്ടുകൾ പൂർണ്ണമായും ഇനി അത് തിരിച്ച് ഇക്കോണമിയിലേക്ക് വരുമോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലേക്ക് കൃത്യതയുമില്ല ആർക്കും തന്നെ. ഇപ്പോൾ ആർക്കും അറിയില്ല പൂർണ്ണമായും വരുമോ, ഭാഗികമായിട്ടാണോ വരിക, അതല്ല ഇനി വരില്ലേ, ഒന്നും അറിയില്ല. അപ്പം നമ്മൾ സുതാര്യത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നയം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്ലാനിങ് ചെയ്യണമെങ്കിൽ, ഒരു സർക്കാരുകൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് ജനാധിപത്യ സർക്കാരുകൾ മറ്റ് സംസ്ഥാനങ്ങളെയും അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ജനങ്ങളെയും അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. ഇത് സ്വാഭാവികമായും എന്ത് ചെയ്യുന്നു, ഞാൻ എന്ന് പറയണേ. ഒരിക്കലും ഒരു ജനാധിപത്യ സർക്കാർ ഞാനാണ് സർക്കാർ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇപ്പോൾ ഈ രീതിയിലേക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങളല്ല വേണ്ടത്. ഞാനാണ് സർക്കാർ, ഞാൻ സന്യാസിയാവാൻ പോകും, ഞാൻ നടപ്പിലാക്കി. എങ്ങനെയാണ് ഞാൻ വരുന്നത്? ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളാണ് സർക്കാർ എങ്കിൽ ചിലപ്പം നടപ്പിലാക്കുന്ന വ്യക്തി ഒരു വ്യക്തിയായിരിക്കാം, ഇലക്ട് ചെയ്യപ്പെട്ടെ. പക്ഷെ ആ
വ്യക്തി ഈ പ്രതിദാനം ചെയ്യുന്ന ഒരു ജനതയാണെങ്കിൽ നമ്മൾ എന്നാണ് നമ്മൾ അഭിസംബോധന. ഈ രീതിയിലേക്ക് ഞാനെന്ന രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഓരോ പ്രഖ്യാപനങ്ങളും എന്ത് ചെയ്യുന്നു, യാതൊരു തരത്തിൽ ഇനി എന്ത് എന്നതിനെ കുറിച്ച് അറിയാതിരിക്കുന്ന സമയത്ത് കൃത്യമായി പ്ലാൻ ചെയ്യണം. ജനത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തും എന്ത് ചെയ്യുന്നു, രാഷ്ട്രമാണ് വലുത് എന്ന് പറയുകയും ജനത വലുതല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം വരുന്ന 90% ജനത ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുകയും ഈ പറയുന്ന രീതിയിലേക്ക് ബാങ്കിങ് ഇൻക്ലൂഷൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടുകൾ, നമ്മൾ 1 രൂപയ്ക്കുള്ള അക്കൗണ്ടുകളൊക്കെ തുറന്നു കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതിന് ഇലക്ട്രിഫൈഡ് അല്ലാത്ത, ATM സൗകര്യങ്ങളില്ലാത്ത, ഇതിനെക്കുറിച്ച് ലിറ്ററേറ്റ് അല്ലാത്ത ജനതയുള്ള ഒരു രാജ്യത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാളെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടതെന്ന് ആലോചിക്കുക ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വിമർശിക്കാം, ക്രിയാത്മകമായി വിമർശിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനതയുടെ വെൽഫെയർ ആണെങ്കിൽ നമ്മൾ ഈ രീതിയിലേക്കുള്ള വിമർശനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കുറെ കൂടി ക്രിയാത്മകമായി വിമർശനങ്ങൾ വേണം. കാരണം ജനാധിപത്യത്തിൽ വിമർശനങ്ങൾ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ ഈ രീതിയിലേക്കുള്ള ഇതുവരെ നമ്മൾ തുടർന്നു പോകുന്നില്ല ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് കുറെ കൂടെ എന്ത് ചെയ്യുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസത്തിന്റെ തലത്തിലേക്ക് നമ്മൾ അതാണ് പ്രശ്നം. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു വട്ടം അത് ചൂണ്ടിക്കാട്ടി, ഒന്നുകിൽ കത്തയക്കാൻ വൈകി അല്ലെങ്കിൽ മുൻകരുതൽ എടുത്തില്ല എന്നൊരു വിമർശനം സാധുവാണ്. പക്ഷേ ഇന്ന് രമേശ് ചെന്നിത്തല അത് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ ബോധ്യമാവുക. കാരണം രാജ്യം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് ഏതായാലും തർക്കമുണ്ടാകില്ലല്ലോ. ഇത്രയും വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തെ കൂടുതൽ പർവ്വതീകരിക്കുന്നതിന് പകരം കുറെ കൂടി പക്വമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിന് കുറെ കൂടി ഒരു ബഹുമാനം ലഭിക്കുമായിരുന്നില്ലേ പൊതുസമൂഹത്തിൽ നിന്ന്? വളരെ ചുരുക്കി. അല്ല, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത് മേഴ്സിക്കുട്ടിയമ്മ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ പറയാനല്ല. അവരിഷ്ടപ്പെടുന്ന പോലെ കാര്യങ്ങൾ പറയാൻ വേറെ ആളെ നോക്കണം. അതിന് രാജ്മോഹൻ ഉണ്ണിത്താനെ കിട്ടില്ല. ഞാനിവിടെ ഈ ചർച്ചയിൽ വിളിച്ചിട്ട് ഞാനിവിടെ വന്നത് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ലൈൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. എൻ്റെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഈ ജന്മം മനസ്സിലാവത്തില്ല. അതിൻ്റെ കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കേരളത്തിലെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ജോലി മാത്രമേ എനിക്കുള്ളൂ. മേഴ്സിക്കുട്ടിയമ്മയെ ഞാനെന്തിനാ ബോധ്യപ്പെടുത്തുക? ആ പണി എനിക്കില്ല, ആ പണി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ അങ്ങ് പറഞ്ഞ പോലെ ഞാനൊരു കാര്യം പറയാം. ഏത് കാര്യത്തിലാണ് ഈ സംസ്ഥാന ഗവൺമെന്റിന് ഈ സഹകരണ വിഷയത്തിലും ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും പ്രതിപക്ഷം പിന്തുണ കൊടുക്കാത്തത്? ഏത് കാര്യത്തിലാ? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശും കൂടെ പോയി കണ്ട് അവരല്ലേ ആവശ്യപ്പെട്ടത്? നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണം, ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കണം. ഏകകണ്ഠമായി ഒരു BJP-ക്കാരനെ ഒഴിച്ച് മുഴുവൻ ആളുകളും പ്രമേയം പാസ്സാക്കി കൊടുത്തില്ലേ? ഡൽഹിയിൽ കോൺഗ്രസിന്റെ രാജ്യസഭാ മെമ്പർമാർ, ലോക്സഭാ മെമ്പർമാർ, മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷികളുമായി ഒത്തൊരുമിച്ച് ധനമന്ത്രിയെ കാണാൻ പോയില്ലേ? പ്രധാനമന്ത്രിയോട് അപ്പോയിന്റ്മെന്റ് ചോദിച്ചു, കിട്ടിയില്ല. അത് വേറെ കാര്യം. സർവകക്ഷി യോഗം പോകാൻ തീരുമാനമെടുപ്പിച്ചില്ലേ? പോകാൻ തീയെ നിശ്ചയിച്ചില്ലേ? ധനകാര്യമന്ത്രി, പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത ഞങ്ങളുടെ കുഴപ്പമല്ലോ. ഏത് രംഗത്താണ് ഞങ്ങൾ ഇവരുമായി സഹകരിക്കാത്തത്? ഇനി ഒരു കാര്യം പറയാം. 2001 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 97ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഭരണഘടനയുടെ പരിരക്ഷ ഈ സ്ഥാപനങ്ങൾക്കുണ്ട്. ഇവിടെ മെർജറിനെ, അമാൽഗമേഷനെ എതിർക്കുന്നവരാണ് മാർക്സിസ്റ്റുകാർ. കേരളത്തിന്റെ നിയമസഭയിൽ SBT, SBI ലയനത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്ന് ഏകകണ്ഠമായി പാസാക്കിയില്ലേ? എന്നിട്ട് ഇപ്പോഴെന്താ? ഇപ്പൊ അമാൽഗമേഷൻ ബാർ മെർജർ, പുതിയൊരു മുദ്രാവാക്യം. കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകളെ പിരിച്ചുവിടാൻ ഒരു പുതിയ അടവുമായി വന്നിരിക്കുന്നു. എന്താ അടവ്? 16 പരാതികൾ, ബോഗസായ പരാതികൾ. ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാൻ 10 അംഗ സമിതി തീവ്ര മാർക്സിസ്റ്റുകാരെ വെച്ച് അന്വേഷിക്കാൻ പോന്നു. അന്വേഷിച്ച് കുറുക്കുവഴിയിലൂടെ ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനം എന്ന് പ്രഖ്യാപിച്ച സഹകരണ സ്ഥാപനങ്ങൾ പിരിച്ചുവിട്ട് കേരള ബാങ്ക് ഉണ്ടാക്കി മാർക്സിസ്റ്റ് അജ്ഞാനവർത്തികളെ പ്രതിഷ്ഠിക്കാൻ സമയക്കുറവുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, മേഴ്സിക്കുട്ടിയമ്മ വളരെ ചുരുക്കി മറുപടി. അതെ, ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. അതിനോട് അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകണമല്ലോ. ആദ്യം ഒരു കാര്യം പറയുക, അതിൻ്റെ തന്നെ എതിരായ വേറൊരു വാദം പറയുക. ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. അതിൽ അസഹിഷ്ണുത കാര്യമില്ല. ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ നോട്ട് പ്രതിസന്ധിയാണ് ഇന്ന് രാജ്യമാകെ, കേരളമല്ല രാജ്യമാകെ നേരിടുന്നത്. ആ നോട്ട് പ്രതിസന്ധി വിവിധ മേഖലകളിലേക്ക് കടന്നു പോവുകയാണ്.
സഹകരണ മേഖലയിൽ മാത്രമല്ല ജനങ്ങളുടെ സമസ്ത ജീവിത മേഖലയിൽ പോവുകയാണ്. ഇവിടെ മുന്നേ മല്ലിക ചൂണ്ടിക്കാട്ടി കണക്ക് ഇതിനെങ്ങനെ എന്ന് പരിഹാരം കാണുമെന്ന് ആർക്കാണ് പിടിയുള്ളത്? ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് 50 ദിവസം നിങ്ങൾ കാത്തിരിക്കുമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഇനി പാർലമെൻറ്റിൻ്റെ PAC ഈ 50 ദിവസം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം PAC റിസർവ് ബാങ്കിൻ്റെ ഗവർണറെ വിളിച്ചു വരുത്തുകയാണ്. എന്താണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ പുതുമയുള്ളതാണ്. ആദ്യമായിരിക്കാം റിസർവ് ബാങ്ക് ഗവർണറെ ഇന്ത്യയുടെ പാർലമെന്ററി സമിതി വിളിച്ചു വരുത്തുന്നത് കമ്മിറ്റിയുടെ മുന്നിൽ. അപ്പോൾ പാർലമെന്ററി സമിതിക്ക് വിളിച്ചു വരുത്താൻ നിർബന്ധിതമായിരിക്കുന്നു. ആർക്കൊരു പിടിയില്ല ഇന്ത്യ റിസർവ് ബാങ്ക് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. എത്ര പണം അടിച്ചിറക്കി, ആർക്ക് എന്ത് പണം കിട്ടും, എന്താണ് ഇവർ പറയുന്ന മാർഗങ്ങൾ, ഈ പറയുന്ന 50 ദിവസം കൊണ്ട് ഉറപ്പാണോ? ഒരു പിടിയുമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതീവ ഗൗരവതരമായ സ്ഥിതിയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളും കൃഷിക്കാരും ജനങ്ങളും അതീവ സങ്കീർണമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നാം എടുക്കേണ്ട ഉത്തരവാദിത്വം കുറച്ചുകൂടി വലുതാണ്. ആ ഉത്തരവാദിത്വം ആ വലിയ തരത്തിൽ എടുക്കേണ്ടതിന് പകരം പ്രതിപക്ഷ നേതാവ് ഇത്തിരി ചെറുതായി പോയില്ലേ എന്ന ആശങ്ക എനിക്കുമുണ്ട്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, വളരെ നന്ദി. രാജ്മോഹൻ ഉണ്ണിത്താൻ, മേഴ്സിക്കുട്ടിയമ്മ, ഡോക്ടർ മല്ലിക ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്ന കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി MIT മൂസ കാണാം. നമസ്കാരം.